നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിരിക്കുന്ന ജനത്തിനായി സ്തോത്രം. പാടുവാനും സ്തുതിപ്പാനും കർത്താവ് കൃപ നൽകിയുള്ളൂ. രാജാതിരാജാവും ദേവാതിദേവൻ ധന്യനായ ഏകാധിപതി എന്നോടുകൂടെ കർത്താവ് ഒരു ജീവനുള്ള കൂട്ടായ്മ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. മരണത്തെ ജയിച്ചവനായി, പാതാളത്തെ ജയിച്ചവനായി, ലോകത്തെ ജയിച്ചവനായി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ചവനായി നീ ഞങ്ങളിൽ വസിച്ച് കർത്ത എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഇത് നിന്നോടുകൂടി ഞങ്ങളെ ആക്കിയിരിക്കുക. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നിൻ്റെ ശരീരമാകുന്ന സഭ വെളിപ്പെട്ട് വരട്ടെ. നിൻ്റെ ശരീരമാകുന്ന സഭ വെളിപ്പെട്ട് വരട്ടെ കർത്താവ്. നിൻ്റെ കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കടന്നിരുന്ന വ്യക്തികളുടെ പരിസരങ്ങളെ, തലമുറകളെ, ഞങ്ങളെ വരമേൽപ്പിക്കുന്ന വസ്തുവകളെ, യൂട്യൂബിൽ കേൾക്കുന്ന ജനത്തെ കർത്താവിൻ്റെ നാമത്തിൽ നിൻ്റെ പ്രാശ്ചിത്യം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അല്പമായിട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു 2-3 ആഴ്ചയായിട്ട് വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് ഔട്ടായ ഒരു വിഷയമല്ല റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ക്രിസ്തുമായിട്ടുള്ള റിലേഷൻസ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ആ റിലേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ശരീരത്തെ ഡീവിയേറ്റ് ചെയ്ത് കളയുക, ആ ഫോക്കസിൽ നിന്ന്, യാത്രയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കളയുന്ന അനേകമായിരിക്കുന്ന വിഷയങ്ങൾ വരും. ഇതിൻ്റെയൊക്കെ ഞാൻ ചില എപ്പിസോഡുകൾ നമ്മൾ ചെയ്ത് കണ്ടിരുന്നു. ഞാൻ ഒരു വശത്ത് തെറ്റിനെ തെറ്റായിട്ട് വെളിപ്പെടുത്തുമ്പോൾ അതേ സമയത്ത് എങ്ങനെ നമുക്ക് യഥാസ്ഥാനപ്പെട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച്, ക്രിസ്തു മുഖാന്തരം നിരപ്പ് പ്രാപിച്ച്, ക്രിസ്തുവിനെ കൂടാതെ ആർക്കും തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ല. ഞാനതിൻ്റെ കാരണങ്ങളൊക്കെയും ചില എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ പറയുകയാണ്, ഒരു അറ്റോൺമെൻറ്റ് കൂടാതെ, ഒരു പ്രായശ്ചിത്തം കൂടാതെ മനുഷ്യനോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. ക്ഷമിച്ചാൽ പിന്നെ അവൻ ദൈവമല്ല. ഒരു മാനസാന്തരം കൊണ്ടോ, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇമോഷണൽ കാര്യസാധ്യത്തിന് വേണ്ടി അയ്യോ കർത്താവ് ക്ഷമിക്കണമെന്ന് പറയുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ യേശുവിൽ ചരിത്രപരമായ ഒരു വിശ്വാസം കൊണ്ടോ, ഇതുകൊണ്ടൊന്നും ദൈവത്തിന് തൻ്റെ നീതിയെ മാറ്റുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് വളരെ കുറച്ചിടങ്ങളിൽ മാത്രമേ പ്രസംഗിക്കുന്നു കേട്ടിട്ടുള്ളൂ. ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ശരീരത്തിനോ അല്ലെങ്കിൽ പ്രാണനിലുള്ള ഇച്ഛകളെ സാധിപ്പിച്ച് കിട്ടുവാൻ തക്കമുള്ള പ്രസംഗങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ വെൽഫെയർ സെൻ്ററായിട്ട് മാറിയിരിക്കുകയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു സോഷ്യൽ വെൽഫെയർ സെൻ്റർ അല്ല. ഈ പഴയ നിയമത്തിൽ യഹോവ തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോശയ്ക്ക് മുൾപ്പടത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിൻ്റെ പേരെന്ത് ചോദിക്കുമ്പോൾ യാഹ്വേ എന്ന്, അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാവ് എടുക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ലോർഡ് LORD എന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിരിക്കുന്ന, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാനാകുന്നു എന്നാണ്. സ്തോത്രം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 3:15-17 വായിക്കുമ്പോഴും, അതുപോലെ തന്നെ മത്തായി സുവിശേഷം 26:64 വായിക്കുമ്പോൾ കയ്യഫാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നത് ഞാനാകുന്നു. മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശയായിരിക്കുന്ന അതിമഹത്തായ 2 കാര്യങ്ങളാണ് 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതും, അതുപോലെ തന്നെ ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിലാണ് മനുഷ്യപുത്രരോട് സദൃശനായവൻ ആകാശമേഘങ്ങൾ വരുന്നത് ഞാൻ കാണുന്നു പറയുമ്പോൾ, അത് മഹാപുരുതി തച്ചനായിരുന്ന ഒരുവൻ ഇത് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വസ്ത്രം കീറിയത്. ഞാൻ പറഞ്ഞു, ആ പറയുന്ന സമയത്ത് ഈ ശബ്ദം കേൾക്കുന്ന നാമേ വരും. നമ്മുടെ തലമുറ, ഈ ഭൂമി മനുഷ്യനെ അടിച്ചരിച്ച് ഏവരെയും തൻ്റെ ഹൃദയത്തിൽ ഒരു മഹാപുരോഹിതനെ പോലെ വഹിച്ചുകൊണ്ടാണ് കൈപ്പണിയായ മന്ദിരത്തിലേക്കല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ, പാപപരിഹാര ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതിന് എഗൻസ്റ്റായിട്ട്, യഥാർത്ഥ ഫെയ്ത്തിന് എഗൻസ്റ്റായിട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമാണ് സഭയെ ഡീവേറ്റ് ചെയ്ത് കളയത്തക്കവണ്ണം, ഡിഫൈൽ ചെയ്യാൻ തക്കവണ്ണം ശത്രുവായവൻ പല മാർഗങ്ങളിൽ പലരിക്കും അവർ ഉപയോഗിക്കുമ്പോൾ, അതിന് ഒരു വശത്തുനിന്ന് ഡിഫെൻഡ് ചെയ്യുമ്പോൾ മറുവശത്ത്
എങ്ങനെ നമുക്ക് യഥാസ്ഥാനപ്പെട്ട് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരാൻ സാധിക്കുമെന്നും കൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ 2-3-4 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ അതിൻ്റെ ഒരു എപ്പിസോഡിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതിനെ കുറിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ, ഒരു ബ്രെയിൻ്റെ ഒരു പിക്ചറൊക്കെ കാണിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് 3 വിധ ശത്രു, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾക്ക് 3 വിധത്തിലുള്ള ശത്രുവാണുള്ളത്. ദ ഫ്ലഷ്, ദ വേൾഡ്, ദ സൈറ്റാനിക് കിങ്ഡം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യല. കഴിഞ്ഞ ദിവസം നമ്മളന്നിട്ട് ചിന്തിച്ചായിരുന്നു എഫേസ്യ ലേഖനത്തിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നൊരു കാര്യം. സ്തോത്രം. അത് നമ്മൾ എഫേസ്യ ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആധാരമാക്കിക്കൊണ്ട് പറയേണ്ടായിരുന്നു. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് വഷളായി പോകുന്ന, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാത്തത് കൊണ്ടാണെന്ന് കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുക. അപ്പോൾ ഈ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഉരിഞ്ഞു കളയുക എന്ന് പറയുന്നത്, ഇനി ഞാൻ അതിൻ്റെ പോസിറ്റീവ്സായിട്ട് പറയുകയാണ്. ഇന്നലെ ഞാൻ തെറ്റ് ചെയ്യുന്നവർ എന്തുകൊണ്ട് വീണു പോകുന്നു, എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ യഥാസ്ഥാനപ്പെട്ട് ഈ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനിൽ ക്രിസ്തു എന്ന തലയോളം, അല്ലെങ്കിൽ പുത്രനോട് അനുരൂപരായി രൂപാന്തരപ്പെടുവാൻ, അല്ലെങ്കിൽ കൃപമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുവാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ ഒരാൾ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ് പറഞ്ഞിരുന്നു നമുക്കത് സാധ്യമല്ലെന്ന്. ബൈബിൾ ഓഫർ ചെയ്യുന്നു യേശു ക്രിസ്തുവിനുള്ള അതേ തേജസ് പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. അപ്പം ഞാൻ എൻ്റെ നീതീകരണത്തെക്കുറിച്ച് അല്പമായിട്ട് പറഞ്ഞിരുന്നു. അവനെ നമുക്ക് പാപപരിഹാരമായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായെന്ന് പറയുമ്പോൾ ദൈവനീതി ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള സകല നീതിയും തന്നെ നിവർത്തിച്ചിട്ടാണത് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ ലോ ഡിമാൻഡ് ചെയ്യുന്നത് പാപം ചെയ്യുന്നത് ദൈവം ശിക്ഷിക്കണം, പബ്ലിക് ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തണം. അതുപോലെ തന്നെ അനുസരിക്കുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള സംരക്ഷണം, പ്രതിഫലം കൊടുക്കണം. ഇങ്ങനെ ലോയുടെ ജസ്റ്റിസ് ആണത്. അതായിരുന്നു ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന്റെ മേൽ ഇമ്പോസ് ചെയ്തത്. ഒരു വാക്യത്തിൽ പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും, അല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവം മരിക്കും. എന്നാൽ എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ പറയുമ്പോൾ ദൈവം പറയുന്നു, മരിക്കുന്നതിന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളും. അപ്പോൾ ആ ഡിവൈൻ ലോയുടെ ജസ്റ്റിസ് നിലനിൽക്കെ തന്നെ പറയുകയാണ്, there is a provision. മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, എന്നാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചോളൂ. ആ മനം തിരിവെന്ന് പറയുന്നതാണ് നമ്മുടെ സെൽഫിന്റെ ഡിനയലായിട്ട് കർത്താവ് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് സ്വീകരിച്ചത് നിത്യനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞുകൊണ്ട് സ്വയം ജീവിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവ മക്കളിൽ പോലും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്താ അത് വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്താ അത് വെളിപ്പെടുത്തുന്നത്. അത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവിടെ അതിൻ്റെ പരിഹാരകരായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ ഡിമാൻഡ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മുടെ സോളിൽ നമുക്കത് വെളിപ്പെടുത്തും, നമ്മൾ പെർഫെക്റ്റ് ആവും. ക്രിസ്തുവിൽ നമുക്ക് സമ്പൂർണതയുണ്ട്. അപ്പം ഈ പഴയ മനുഷ്യനെ, മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ, അത് വൺ ടൈമിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി അല്ല. നമ്മളിലുള്ള പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്കിട്ട് വെളിപ്പെട്ട് വരും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഓഫീസിലായിട്ടിരിക്കുന്നതായിക്കോട്ടെ, മാതാപിതാക്കന്മാർ, മക്കള്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, ഓഫീസിലെ ബന്ധത്തിൽ, നിങ്ങൾ പൊതുസമൂഹത്തിലായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ ദൈവ ലോയുടെ അല്ലെങ്കിൽ അഗാപ്പെ ലവിന്റെ നേച്ചർ അല്ലാത്ത സ്വഭാവങ്ങൾ നിങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് നിങ്ങൾ ആരും തന്നെ സ്വമേധയെ ചെയ്യാൻ നോക്കണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിനെ ഉപേക്ഷിക്കാനാണ് ഈ പറയുന്നത്.
അതിൻ്റെ ചില മാനിഫെസ്റ്റേഷൻസ് ആയിരുന്നു നമ്മൾ രക്ഷയുടെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ കൺവെർഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടുള്ള നമ്മുടെ സാമുദായിക ചിന്തകളോ അല്ലെങ്കിൽ സാമുദായിക ഉപദേശങ്ങളോ. അതൊക്കെ വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് പ്രേരണ തന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക, അല്ലെങ്കിൽ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായി തീരുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധി എന്ന് പറയുന്നത് ഒബീഡിയൻസിന്റെ റിസൾട്ടാണ്. അപ്പോൾ ഡിവൈൻ ലോയുടെ ഒബീഡിയൻസ് ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് സാധ്യമല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നി അത്രയും നല്ലവണ്ണം ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ടെംപ്ടേഷൻ ഇല്ലാത്ത സമയത്ത് അവർക്ക് യാതൊരു കുഴപ്പമില്ല, ആർക്കും ജീവിക്കാം. ടെംപ്ടേഷൻ തന്നെ പല ഡിഗ്രിയിൽ വരുമ്പോൾ, നല്ല ടെംപ്ടേഷൻ അതിൻ്റെ ആ ഡിമാൻഡ്, നമ്മുടെ ഡിമാൻഡ് വളരെ പൂർണ്ണതയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് യേശുവിൻ്റെ അടുത്ത് നടന്നതല്ലായിരുന്നോ? 40 നാൾ ഉപവസിച്ച് അവൻ മരുഭൂമിയിലായിരുന്നു. മരുഭൂമിയിൽ അവസ്ഥയിൽ 40 നാൾ പോയിട്ട് ഒരു ദിവസം പോലും വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ ഡിമാൻഡ് നല്ലവണ്ണം വന്ന സമയത്താണ് സൈറ്റാൻ കടന്നു വന്ന് പറയുന്നത്, കല്ലിനെ അപ്പമാക്കുക. അവിടെ മറുപടി എന്താ പറഞ്ഞത്? ആവർത്തന പുസ്തകത്തിൽ നിന്ന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ടെംപ്ടേഷൻ വരുന്ന സമയത്താണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ വെളിപ്പെടുന്നത്. അവിടെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യകത. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആ ചതിമോങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ നമ്മൾ പല പ്രാവശ്യം ഉപേക്ഷിച്ചതാണ്. ഇനിയും നമ്മൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തും. നല്ലവണ്ണം ഓർക്കുക. 1 കൊരിന്ത്യൻസ് ഒരു വാക്യം ഞാൻ വായിക്കാം, എങ്ങനെ നമുക്കതിനെ അഭിമുഖീകരിക്കാം എന്നുള്ളതുകൊണ്ട്. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, ഇത് ഞാൻ നിങ്ങൾക്കറിയുന്ന കാര്യമായതുകൊണ്ട് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അതായത് ഈജിപ്തിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെയും, പ്രത്യേകിച്ചും പർവ്വതത്തിന് കീഴെ വെച്ച കാര്യങ്ങളൊക്കെയും അവർക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഉപദേശം തരികയാണ്. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് ജനം തിന്നുവാനും കുടിപ്പാനും വരുന്നു, കളിപ്പാനും എഴുന്നേറ്റ് എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തെ 23,000 പേർ വീണ് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചില പരീക്ഷ സർപ്പങ്ങളെ നശിച്ചു പോയത് നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചില പിറുപിറുത്ത് സംകാരിയെ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും വരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശം എഴുതിയിരിക്കുന്നു. അടുത്ത 15-ാമത്തെ വാക്യം വരുമ്പോൾ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം നമ്മളെ കൊല്ലാനാണോ പരീക്ഷകൾ ഏൽപ്പിക്കുന്നത്? ഇങ്ങനത്തെ ടെംപ്ടേഷൻ വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഫെയ്ത്തിൽ അവർ എത്രത്തോളം വളർന്നിട്ടുണ്ട് അതിനോട് കറസ്പോണ്ട് ആയിട്ടുള്ള ടെംപ്ടേഷന് അല്ലെങ്കിൽ പരീക്ഷയെ തരികയുള്ളൂ. സൈറ്റാന് കർത്താവിൻ്റെ അനുവാദം കൂടാതെ നമ്മൾ ഒന്നും ചെയ്യുവാൻ അനുവാദമില്ല. ഇതൊക്കെ ആദ്യമേ മനസ്സിലാക്കണം. ബൈബിളിൻ്റെ അടിസ്ഥാനമായ ഉപദേശങ്ങൾ യോബിൻ്റെ പുസ്തകം വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അളന്ന് സ്റ്റെപ്പായിട്ടാണ് അവരെ പരിശോധിക്കാൻ കൊടുക്കുന്നത്. യാക്കോബിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് യോബിൻ്റെ സഹിഷ്ണുത, അതിൻ്റെ അനന്തര ഫലം എങ്ങനെയായിരുന്നു എന്നൊക്കെ. യോബ് അബ്രാഹാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ന്യായപ്രമാണം കൊടുത്തിട്ടില്ല, മനസ്സാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം ന്യായപ്രമാണം കടന്നു വന്നു. അതിനുശേഷം യേശു തന്നെ കടന്നു വന്നു. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ, അവർ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രബോധനങ്ങൾക്ക് ഉപദേശമുള്ള ലേഖനങ്ങൾ എഴുതി തന്നു. ഇത്രമാത്രം വെളിച്ചം കിട്ടിയിട്ടും നമുക്കത് യോബിനെ പോലെ ടെംപ്ടേഷൻസ് ഒന്നും ഇല്ല. അധികം സ്തോത്രം എന്താണെന്നറിയാമോ? നമ്മളതിൻ്റെ അടുത്ത് പോലെ ആയിട്ടില്ല, ശിശുക്കളാണ്, വെറേ ശിശുക്കൾ. അപ്പോൾ പരീക്ഷ നേരിടാൻ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. there is an escape route. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ കടന്ന് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ നശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കയില്ല. അവിടെ വേണ്ടത് എന്താ? ക്രിസ്തു
ക്രിസ്തുവിലുള്ള ആശ്രയം ഉയർത്തെന്ന് വെച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി എന്തും പ്രവർത്തിപ്പാൻ കഴിവുള്ള അധികാരമുള്ള രക്ഷാനായകൻ, മഹാപുരോഹിതൻ, ഇതൊക്കെ തന്നെയാണ് അവൻ. സഹായകനായി നമ്മുടെ അടുത്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തും. എന്താ നമ്മൾ ഇനി സെൽഫിൻ്റെ ബാക്കിയുള്ളത്, അവിടെ അതിനെ ഓവർകം ചെയ്തൊക്കെ വേണം സർവത്തിനും പരിഹാരകരായി ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തും. അവിടെയാണ് നമ്മുടെ ഡ്യൂട്ടി. നാം അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം, മറ്റു വേൾഡിലെ സോഴ്സുകൾ, മറ്റു പലതും ആശ്രയിക്കത്തക്കുള്ള ടെംപ്ടേഷൻ ചിന്താമഠത്തിൽ വരും. നോ, മൈ ലോർഡ് ഈസ് ഗാഡ്. എനിക്ക് എൻ്റെ കർത്താവ് സഫീഷ്യൻ്റ് ആണ്. ഇത് നമുക്ക് പറഞ്ഞ ബുദ്ധിയിൽ നടക്കിയിരിക്കുന്ന പോരാ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വരണം. അതിനാണ് ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ ധരിക്കുക എന്ന് പറഞ്ഞു. ഇത് നമ്മെക്കൊണ്ട് നാം ആണ് ചെയ്യേണ്ടതെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ, ഒരു പ്രാവശ്യം നമ്മൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്രാപിച്ച് പറയുന്ന സമയത്ത് സ്വീകരിച്ചു. പക്ഷെ ഓരോ സമയത്തും നാം ഉയർത്തെന്നിട്ട് ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ക്രിസ്തുവിനുള്ള പരിപൂർണതയും ക്രിസ്തുവിനെ കൂടാതെ നിങ്ങളുടെ ഹ്യൂമൻ നേച്ചറും രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മനസ്സിലാക്കി തരും. അവിടെയാണ് പറയുന്നത്, പരീക്ഷ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നവരധികമായിട്ട് പരീക്ഷിക്കപ്പെടുവാൻ സമ്മതിക്കാതെ പോക്ക് വഴി, എസ്കേപ്പ് റൂട്ടുണ്ട്. അപ്പം ധൈര്യമായിട്ട് നമുക്കതിനെ നേരിടാം. നമ്മളെ വീട് പോകാൻ സമ്മതിക്കുകയില്ല, നശിച്ചു പോകാൻ സമ്മതിക്കുകയില്ല. അപ്പം ഞാൻ ഇന്നലെ ഈ പല പല കാര്യങ്ങളും ഞാൻ ഇന്നലെ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഞാൻ ആഭരണത്തിൻ്റെ വിഷയമല്ല പറയുന്നത്, അനേക വിഷയങ്ങളുണ്ട്. ഒരിക്കൽ ക്രിസ്തുവിൽ നടന്നവർ, ക്രിസ്തുവിൻ്റെ ആ പുനരുത്ഥാന ശക്തി അനുഭവിച്ചവർ, പൗലോസിൻ്റെ കൂടെ ഇല്ലായിരുന്നു ദേമാസ്, എത്ര പേരുണ്ടായിരുന്നു? അവർ ഈ പല മോഹങ്ങൾ, ചതിമോഹങ്ങൾ വരുമ്പോൾ ആ പഴയ മനുഷ്യനെ കയറി പിടിക്കുകയാണ്. അതിനെന്തെന്നേക്കായിട്ട് ഉപേക്ഷിക്കുക. എൻ്റെ കർത്താവിന് എനിക്ക് മതി, എൻ്റെ കർത്താവ് എനിക്കത് മതി. ഈസ് സഫിഷ്യൻറ്റ് ഫോർ എനിത്തിങ്. ഏതൊരു വിഷയങ്ങളായിക്കോട്ടെ, ഭൗതികമായ വിഷയങ്ങളായിക്കോട്ടെ, ആത്മീയമായ വിഷയങ്ങളായിക്കോട്ടെ, കർത്താവ് പ്ലീസ് ഹെൽപ്പ് മീ. നിന്നെ കൂടാതെ എൻ്റെ ഹ്യൂമൻ നേച്ചറും വളരെ വീക്കാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ബലഹീനപ്പെടുത്തല്ലേ ചെയ്യുന്നത്. ക്രിസ്തുവിൽ തികയാനുള്ള മാർഗം പറഞ്ഞു തരികയാണ്. ഇതിനെയാണ് കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക. ഒരു ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം തൻ്റെ അടുക്കൽ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളെ അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, അവർക്ക് ആവശ്യമായ പ്രാർത്ഥനകൾ, പ്രബോധനങ്ങൾ, ചില സമയത്ത് ശാസനകളുണ്ടാകും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പാസ്റ്റർ ചേഞ്ച് യുവർ എന്താ പറഞ്ഞ പോളിസി. ഇവിടെ പോളിസി ഒന്നേ ഉള്ളൂ, ക്രൈസ്റ്റ്. നമ്മൾ പോളിസികളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ഓൺലി ക്രൈസ്റ്റ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യത്തിലും സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും നമ്മളെക്കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ലാതെ, പക്ഷെ നമ്മളാണ് ചെയ്യുന്നെങ്കിലും പരിശുദ്ധാത്മാവിന് സമയം ഒരുക്കുമ്പോൾ ക്രിസ്തുവിലേ അത് സാധ്യമുള്ളൂ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ക്രിസ്തുവിനോട് സദൃശ്യനായവൻ. മറ്റൊരുത്ത് പറഞ്ഞിരുന്ന സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിന് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. അവന് നല്ല കോൺഫിഡൻറ്റാണ്. അത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ തന്നെ നിറയുന്നതാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങൾ സ്നേഹിക്കുന്ന കർത്താവ് സമയാസമയത്ത് നിങ്ങൾക്കാകുന്ന വിധത്തിൽ, നിങ്ങൾക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിൽ മനസ്സിലാക്കി തന്ന്, ഇതാണ് ഞാനുള്ളതിൻ്റെയും ഞാനില്ലാത്തതിൻ്റെയും നിൻ്റെ അവസ്ഥ, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എൻ്റെ അടുക്കൽ വരുന്നവർ ഞാൻ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാവുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അതായത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമ്മളെ ആകർഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? പിതാവാണ് ആരംഭിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അടുക്ക വന്നിരിക്കുന്നവനെ ഒടുക്കത്തെ നാളിൽ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനാക്കി ദൈവസ്ഥനിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ഡ്യൂട്ടി.
ഇതിൻ്റെ ചെറിയ ശുശ്രൂഷന്മാരാണ് ഞങ്ങൾ. ഈ ട്രാക്കിൽ കൂടെ കർത്താവ് വലങ്കൈ പിടിച്ച് നടത്തി അതിൽ കൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ദൈവവചനത്തിൽ കൂടെ ശോധന ചെയ്തിട്ട് ഇത് തന്നെയാണോ ശരിയെന്ന് മനസ്സിലാക്കി പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടെയാണത് പറയുന്നത്. ആളെ കൂട്ടുന്ന പരിപാടിയല്ല. നാം ചിന്തിക്കുന്ന സബ്ജക്റ്റ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ദ ചർച്ച്. ചർച്ച് എന്ന് പറയുന്ന നാം ഓരോരുത്തരും കൂടെ ചേരുന്നതാണ്. അതുകൊണ്ട് ദൈവമേ കർത്താവ് നിങ്ങൾ ധൈര്യപ്പെടുത്തട്ടെ. ഞാനിന്ന് ആരെയും വിധിക്കുവാനല്ല, ആരെയും കണ്ടം ചെയ്യുവാനല്ല. എന്നാൽ ചില സമയത്ത് നമുക്ക് വാളെടുക്കേണ്ടി വരും. അത് സ്നേഹത്തോടു കൂടിയാണ്. കേൾക്കുന്നവർക്ക് പ്രബോധനമാണ്. എന്താ, വഴുവഴുപ്പിൽ നിന്ന് വീണ് പോയിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ സിംഹാസനം മുമ്പിൽ നിൽക്കുമ്പോൾ ഈ താലന്ത് കുഴിച്ചിട്ടതിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയാമോ? അതുപോലെ ശിക്ഷ കിട്ടാതിരിക്കാനാണ് ഞങ്ങൾ ഈ തൊണ്ട കയറുന്നത്. നിങ്ങളേവരും തന്നെ ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരോടല്ല ഞാൻ പറയുന്നത്, അവർക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് ദൈവമേ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ, നിൻ്റെ സ്നേഹത്തിനായി കരുതനായ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് നിനക്കായി വേർതിരിച്ചാട്ടെ. ഒരു മെറിറ്റും പറയുവാനില്ല കർത്താവ്. ക്രൂശിൽ നിന്ന് നിവർത്തിച്ച ആ നീതി മാത്രമേ പറയുവാനുള്ളൂ. ആ മെറിറ്റിനാൽ കർത്താവ് ഞങ്ങളുടെ തലമുറകൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും നിനക്കായി വേർതിരിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീണ്ടും അനുഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രതികൂലമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് ഇതിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.